എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഇന്ന് നമുക്ക് ലോകവീരം മഹാപൂജ്യം എന്ന അയ്യപ്പസ്വാമിയുടെ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ആദ്യം നമുക്ക് മന്ത്രം കേൾക്കാം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മത്ശത്രുവിനാശനം അസ്മദിഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളിവിഗ്രഹം ആർത്രപ്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. പഞ്ചരത്നാഖ്യവേദധ്യോ നിത്യം ശുദ്ധപദേന്നരഃ തസ്യ പ്രസന്നോ ഭഗവാൻ ശാസ്താ വസതി മാനസേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമഃ. നമുക്ക് ഇനി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ആദ്യത്തെ ശ്ലോകം. ലോകവീരം, ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വീരനായ, മഹാപൂജ്യം, എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനായ, സർവരക്ഷാകരം വിഭും, എല്ലാവരെയും സംരക്ഷിച്ച് പരിപാലിക്കുന്നവനായ, പാർവതീ ഹൃദയാനന്ദം, പാർവതീദേവിയുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നവനായ, ശാസ്താരം പ്രണമാമ്യഹം, ശാസ്താവെ നിന്നെ ഞാൻ പ്രണമിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് മനസ്സിലാക്കാം. വിപ്രപൂജ്യം, അതായത് മഹാപണ്ഡിതന്മാരാൽ ആരാധിക്കപ്പെടുന്നവനായ, വിശ്വവന്ദ്യം, അതായത് എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനായ, വിഷ്ണുശംഭോ പ്രിയം സുതം, അതായത് മോഹിനി രൂപനായ മഹാവിഷ്ണുവിൻ്റെയും സാക്ഷാൽ പരമേശ്വരൻ്റെയും പ്രിയ പുത്രനായ, ക്ഷിപ്രപ്രസാദനിരതം, പെട്ടെന്ന് പ്രസാദിക്കുന്നവനായ, ശാസ്താവെ നിന്നെ ഞാൻ പ്രണമിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം. മത്ത മാതംഗഗമനം, മതിച്ചു വരുന്ന ശക്തനായ ആനയെപ്പോലെ നടക്കുന്നവനായ, കാരുണ്യാമൃത പൂരിതം, എല്ലാവരോടും കാരുണ്യഭാവം കാണിക്കുന്നവനായ, സർവവിഘ്നഹരം ദേവം, വിഘ്നങ്ങളെയെല്ലാം തുടച്ചു നീക്കുന്നവനായ, ശാസ്താവെ നിന്നെ ഞാൻ പ്രണമിക്കുന്നു. നാലാമത്തെ ശ്ലോകം. അസ്മത് കുലേശ്വരം, അതായത് എൻ്റെ കുലദൈവമായ, എൻ്റെ കുലത്തിൻ്റെ തന്നെ ഈശ്വരനായ, അസ്മത് ശത്രു വിനാശനം, അസ്മത് എന്നാൽ എൻ്റെ, അസ്മത് ശത്രു വിനാശനം എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ, എൻ്റെ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും ശത്രുവായ ദുശ്ചിന്തകളെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കുന്നവനായ, അസ്മദിഷ്ടപ്രദാതാരം, എനിക്ക് പ്രിയമായത്, എനിക്ക് ഇഷ്ടമായത് സാധിച്ചു തരുന്നവനായ, വരദാനമായി നൽകുന്നവനായ, ശാസ്താവെ നിന്നെ ഞാൻ പ്രണമിക്കുന്നു. അഞ്ചാമത്തെ ശ്ലോകം. പാണ്ഡ്യേശ വംശതിലകം, പാണ്ഡ്യരാജവംശത്തിൻ്റെ അഭിമാനമായ, തിലകക്കുറിയായ, പാണ്ഡ്യരാജവംശത്തിൻ്റെ പ്രധാനിയായ, കേരളേ കേളി വിഗ്രഹം, കേരളത്തിൽ ബാലനെപ്പോലെ സദാ സന്തോഷവാനായി അനുഗ്രഹം ചൊരിഞ്ഞ് ഇരിക്കുന്നവനായ,
ആർത്തപ്രാണപരം ദേവം, അതായത് നിരാലംബർക്ക് തുണയായി, അശരണർക്ക് ശരണമായി, തണലായി കഴിയുന്നവനായ, കുടികൊള്ളുന്നവനായ ദേവ. ഇത്തരം വിശേഷണങ്ങൾക്കെല്ലാം പാത്രമായ ശാസ്താവേ, നിന്നെ ഞാൻ പ്രണമിക്കുന്നു. 6-ാമത്തെ ശ്ലോകം. മേൽപ്പറഞ്ഞ 5 ശ്ലോകങ്ങൾ ആകുന്ന രത്നങ്ങൾ ദിവസവും ശാരീരികവും മാനസികവുമായ ശുദ്ധിയോടെ പറയുന്ന വ്യക്തിക്ക് മേൽ ശാസ്താവ് പ്രസാദിക്കുമെന്നും അവൻ്റെ മനസ്സിൽ ശാസ്താവ് കുടികൊള്ളുമെന്നുമാണ് അർത്ഥം. അവസാന ശ്ലോകം. ഭൂതനാഥ, അതായത് സമസ്ത ജീവജാലങ്ങൾക്കും നാഥനായ, സദാനന്ദ, എപ്പോഴും സന്തോഷവാനായി കഴിയുന്നവനായ, സർവഭൂത ദയാപര, എല്ലാവരോടും എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവനായ, രക്ഷ രക്ഷ മഹാബാഹോ, ഇപ്രകാരമുള്ള വിശേഷണങ്ങൾക്കെല്ലാം പാത്രമായ മഹാബലവാനായ ശാസ്താവേ, നിന്നെ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നു. ഇതാണ് ഈ മനോഹരമായ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും ഉപകാരപ്പെട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി.